അറിവുകൾ കിരീടം കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. FACT കാർഷിക. ഈ പരിപാടിയുടെ സഹകരണം ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, രാസവളങ്ങളുടെ പ്രധാനമായും യൂറിയയുടെ അഭാവത്തെക്കുറിച്ച് ദിനംപ്രതി വാർത്താ മാധ്യമങ്ങളിലും മറ്റും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും ഈ ഒരു അളവിൽ യൂറിയയുടെ ആപ്ലിക്കേഷൻ നമ്മുടെ മണ്ണുകൾക്ക് വേണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. യൂറിയയുടെ അമിത ഉപയോഗം വിളകൾക്കും മണ്ണിനും പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ദോഷകരമാണ്. ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മറ്റ് നിർണായക പോഷകങ്ങളെ സന്തുലിതമാക്കാതെ നൈട്രജനു വേണ്ടി യൂറിയയെ അമിതമായി ആശ്രയിക്കുന്നതാണ് അമിത പ്രയോഗത്തിന് പലപ്പോഴും കാരണം. ഇത് ചെടികൾക്ക് കേടുപാടുകൾ വരുത്താനും വിളവ് കുറയ്ക്കാനും വെള്ളവും വായുവും മലിനമാക്കാനും ഇടയാക്കും. മറ്റു രാസവളങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ യൂറിയയുടെ വില പലപ്പോഴും കുറവാണ്. ഒരു ബാഗിന് 266 രൂപ എന്നത് പലപ്പോഴും കുറവാണ് എന്ന ഒറ്റൊരു ഘടകം വെച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും യൂറിയയെ ഇത്രയധികം ഉപയോഗിക്കുന്നത്. യൂറിയ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ഫെർട്ടിലൈസറാണ്. അതായത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം മാത്രമാണ് ഇത് സസ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. ഈ നൈട്രജൻ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂറിയയെ മാത്രം ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. അനവധി സോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ നൈട്രജൻ ലഭ്യമാവുന്നതാണ്. മറ്റു രാസവളങ്ങളായ NPK അടങ്ങിയിരിക്കുന്ന കോംപ്ലക്സ് വളങ്ങൾ, ഓർഗാനിക് വളങ്ങൾ, നാനോ വളങ്ങൾ, ബയോ ഫെർട്ടിലൈസേഴ്സ് ഇവയിലെല്ലാം തന്നെ ചെടിക്ക് ആവശ്യമായ രീതിയിൽ നൈട്രജന്റെ അളവ് അടങ്ങിയിട്ടുണ്ട്. അമിതമായ യൂറിയ വളപ്രയോഗം മൂലം സസ്യങ്ങളെ ബാധിക്കുന്ന ദോഷങ്ങൾ. അമിതമായ യൂറിയയിലെ ഉയർന്ന ഉപ്പിന്റെ അളവ് മണ്ണിന്റെ ഓസ്മോട്ടിക് മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഇത് വെള്ളത്തിന്റെ ഒഴുക്കിനെ വിപരീത ദിശയിലാക്കുകയും ചെടിയുടെ വേരുകൾക്ക് നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങളുടെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും നശിക്കാനും സാധ്യതയാണ്. ഉയർന്ന അളവിലുള്ള യൂറിയ പ്രത്യേകിച്ച് വിത്തുകൾക്കോ വേരുകൾക്കോ സമീപം വെക്കുമ്പോൾ വിഷാംശമുള്ളതും ചെടിയെ നശിപ്പിക്കുന്നതുമാവാം. യൂറിയ മണ്ണിൽ ശരിയായ രീതിയിൽ ചേർത്തില്ലെങ്കിൽ അത് വിഷാംശമുള്ള അമോണിയ വാതകമായി മാറും. ഇത് തൈകൾക്കും ഇളം ചെടികൾക്കും ദോഷകരമാണ്. അമിതമായ നൈട്രജൻ ഇലകളുടെ സമൃദ്ധമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഇത് ദുർബലമായ തണ്ടുകൾ, പൂവിടാൻ കാലതാമസം, നിലവാരം കുറഞ്ഞ വിളവ് എന്നിവയ്ക്ക് കാരണമാകും. അമിതമായ യൂറിയ ഉപയോഗം വിളകളെ കീടങ്ങൾക്കും രോഗങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു. അതുപോലെ തന്നെ അമിതമായ യൂറിയ ഉപയോഗം മൂലം മണ്ണിനെ ബാധിക്കുന്ന ദോഷങ്ങൾ. യൂറിയയുടെ വിഘടനം ഹൈഡ്രജൻ അയോണുകളെ പുറത്തുവിടും. ഇത് കാലക്രമേണ മണ്ണിന്റെ pH കുറയ്ക്കുന്നു. ഈ വർദ്ധിച്ച അമ്ലത്വം മറ്റ് അവശ്യ പോഷകങ്ങളുടെ ലഭ്യത കുറയ്ക്കുകയും മണ്ണിരകളെ പോലെയുള്ള ഗുണകരമായ സൂക്ഷ്മാണുക്കൾക്ക് ഹാനികരമാവുകയും ചെയ്യുന്നു. യൂറിയയുടെ അമിത ഉപയോഗം നൈട്രജൻ മാത്രമേ നൽകുന്നുള്ളൂ. ഇത് ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മറ്റ് സൂക്ഷ്മ പോഷകങ്ങൾ എന്നിവയുടെ കുറവിന് കാരണമാകുന്നു. മണ്ണിന്റെ ഈ അസന്തുലിതമായ ഘടന ചെടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ തകരാറിലാക്കുന്നു. യൂറിയയുടെ അമിത പ്രയോഗം മണ്ണിന്റെ ജൈവവസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കുന്നു. ഇത് മണ്ണിന്റെ കാർബൺ അളവ് കുറക്കുന്നു. മണ്ണിന്റെ ഘടന, വായുസഞ്ചാരം, ജലം നിലനിർത്താനുള്ള ശേഷി എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്നു. ചില സൂക്ഷ്മജീവികൾക്ക് വളരാൻ യൂറിയ സഹായിക്കുമെങ്കിലും അമിതമായ യൂറിയ മറ്റുള്ളവയെ അടിച്ചമർത്തുന്നു. ഇത് പോഷകങ്ങളെ ചംക്രമണം ചെയ്യാനും രോഗങ്ങളെ ചെറുക്കാനുമുള്ള മണ്ണിന്റെ സ്വാഭാവിക ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നു. വരണ്ട പ്രദേശങ്ങളിലോ നീർവാർച്ച കുറഞ്ഞ മണ്ണിലോ യൂറിയയുടെ ആവർത്തിച്ചുള്ള ഉപയോഗം ഉപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും. ഇത് വെള്ളം വലിച്ചെടുക്കാനുള്ള ചെടികളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. പരിസ്ഥിതിയെ ബാധിക്കുന്ന ദോഷങ്ങൾ. നൈട്രസ് ഓക്സൈഡ്, അമോണിയ എന്നിവയുടെ ഉത്പാദനത്തിന് യൂറിയ കാരണമാകുന്നു. ഇത് ഹരിതഗൃഹവാതകങ്ങളുടെ ഉറവിടമാണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ശക്തമായ ഹരിതഗൃഹവാതകമാണ്. ഇത് ഓസോൺ പാളിയുടെ കുറവിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ, എറണാകുളം. മണ്ണിന്റെ ആരോഗ്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി വളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണമായ ഉപയോഗം ഇന്ത്യ ഗവൺമെന്റ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നു. 2014 മുതൽ മണ്ണിന്റെ ആരോഗ്യവും ഫലപുഷ്ടിയും സംബന്ധിച്ച പദ്ധതി സംസ്ഥാനങ്ങളെ സംയോജിത പോഷക മാനേജ്മെന്റ് അഥവാ ഇന്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് നടപ്പാക്കുന്നതിൽ സഹായിക്കുന്നു. ദ്വിതീയ സൂക്ഷ്മ പോഷകങ്ങൾ, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ എന്നിവയ്ക്കൊപ്പം രാസവളങ്ങളുടെ യുക്തിസഹമായ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ പോഷക നിലവാരത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും മണ്ണിന്റെ ഫലപുഷ്ടത മെച്ചപ്പെടുത്തുന്നതിന് ഉചിതമായ പോഷക അളവുകളെക്കുറിച്ചുള്ള ശുപാർശകളും സോയിൽ ഹെൽത്ത് കാർഡ് പരിപാടി കർഷകർക്ക് നൽകുന്നു. ഈ പദ്ധതി പ്രകാരം 25 കോടിയിലധികം സോയിൽ ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലുടനീളം 93,781 കർഷക പരിശീലനങ്ങൾ, 6.8 ലക്ഷം പ്രദർശനങ്ങൾ, 7,425 കർഷക മേളകൾ, മണ്ണിന്റെ ആരോഗ്യ കാർഡ് ശുപാർശകൾ പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പയിനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പോഷക പരിപാലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1985 വളപ്രയോഗ നിയന്ത്രണ ഉത്തരവ് പ്രകാരം ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, എണ്ണ ശുദ്ധീകരിച്ച കേക്ക്, ജൈവ കാർബൺ എൻഹാൻസറുകൾ, നാനോ വളങ്ങൾ
തുടങ്ങിയ ഇതര വളങ്ങൾ സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. പരമ്പരാഗത കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളിലൂടെയാണ് ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നത്. 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 31,500 രൂപ സാമ്പത്തിക സഹായം നൽകുന്നു. വടക്കുകിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ഓർഗാനിക് മൂല്യ ശൃംഖല വികസനം 3 വർഷത്തേക്ക് 1 ഹെക്ടറിന് 46,500 രൂപ, ജൈവ ഉൽപാദനത്തിന് 15,000 രൂപ നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. സംരക്ഷിക്കാം മണ്ണും ജലവും. മണ്ണൊലിപ്പ് ഒരു ഗുരുതര കാർഷിക പാരിസ്ഥിതിക വിഷയമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് സംശയമാണ്. ജലം, മണ്ണ്, ജൈവസമ്പത്ത് എന്നിവ പരസ്പര ബന്ധിതമാണെന്ന് നമുക്കറിയാം. ഇവയിൽ ഒന്നിനെയും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല. ഒന്നില്ലെങ്കിൽ മറ്റുള്ളവയില്ല. ഒരു നാടിൻ്റെ ജൈവ ആവാസ വ്യവസ്ഥ നിശ്ചയിക്കുന്നതിൽ, വിഭവങ്ങളുടെ നിലനിൽപ്പും ശക്തിയും നിർണ്ണയിക്കുന്നതിൽ, കൃഷിയും ഭൂവിനിയോഗവും തീരുമാനിക്കുന്നതിൽ, എന്തിന് ജനങ്ങളുടെ സംസ്കാരം പോലും രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി ഘടകങ്ങളിൽ ഒന്ന് അവിടുത്തെ മണ്ണാണ്. ആ മണ്ണിന്റെ നഷ്ടവും ഗുണശോഷണവും കാർഷിക, സാമൂഹ്യ, സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ തകർക്കാൻ ഇടയാക്കുന്നതാണ്. കേരളത്തിലെ കൃഷിയിടങ്ങളിൽ 1 ഹെക്ടറിൽ നിന്നും ഒരു വർഷം ശരാശരി 20 ടൺ മണ്ണ് ഒഴുകി നഷ്ടപ്പെടുന്നു എന്നാണ് കണക്ക്. 20 ടൺ എന്നത് 4 ടിപ്പർ ലോറി മണ്ണാണ്. ഇത്രയും മണ്ണ് നഷ്ടപ്പെടുമോ എന്ന് ഒരുപക്ഷെ സംശയം തോന്നിയേക്കാം, തർക്കവും ഉണ്ടായേക്കാം. കാലവർഷം, തുലാവർഷം, വേനൽമഴ എന്നിവ കഴിയുമ്പോഴേക്കും 1 മില്ലിമീറ്റർ കനത്തിൽ മേൽമണ്ണ് ഒഴുകിപ്പോകുന്നുവെങ്കിൽ അത് 1 ഹെക്ടറിൽ നിന്ന് 10 ഘനമീറ്റർ മണ്ണാകാം. 1 ഘനമീറ്റർ മണ്ണിന്റെ ശരാശരി ഭാരം 2 ടണ്ണാണ്. അതുപ്രകാരം 20 ടൺ മണ്ണാണ് ഒരു വർഷം 1 ഹെക്ടറിൽ നിന്നും നഷ്ടപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് അനുഭവപ്പെടുന്നത് കേരളത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിലാണ്. അവിടുത്തെ ചരിഞ്ഞ ഭൂപ്രകൃതിയാണ് ഇതിന് കാരണമെന്ന് നമുക്കറിയാം. മണ്ണൊലിപ്പിന്റെ നിരക്ക് നിശ്ചയിക്കുന്നത് കൃഷിസ്ഥലത്തിന്റെ ചരിവ് മാത്രമല്ല, അവിടെ ലഭിക്കുന്ന മഴയുടെ തീവ്രത, മണ്ണിന്റെ തരം, മേൽമണ്ണിന്റെ ആഴം, കൃഷിരീതികൾ, മരങ്ങളുടെ മേൽത്തലപ്പിന്റെ സാന്ദ്രത എന്നിവയുമുണ്ട്. ഇടനാടുകളിലും തീരപ്രദേശങ്ങളിലും മണ്ണൊലിപ്പിന്റെ ആഘാതം ഇന്ന് ഗുരുതരമായിട്ടുണ്ട്. മണ്ണൊലിപ്പിന് 3 ഘട്ടങ്ങളാണുള്ളത്. മൺതരികൾ വേർപെടുന്നതാണ് ആദ്യഘട്ടം, അഥവാ ഡിറ്റാച്ച്മെന്റ്. വേർപെടുന്ന മൺതരികളെ നീക്കിക്കൊണ്ടു പോകുന്നത് 2ാം ഘട്ടം, അഥവാ ട്രാൻസ്പോർട്ടേഷൻ. ഒഴുകിക്കൊണ്ടുപോയ മണ്ണിനെ ജലാശയങ്ങളിലും താഴ്വാരങ്ങളിലും താഴ്ന്ന ഇടങ്ങളിലും നിക്ഷേപിക്കുന്നതാണ് 3ാം ഘട്ടം. ഓരോ ഘട്ടങ്ങളിലും സംഭവിക്കുന്ന പ്രക്രിയ കാർഷിക പാരിസ്ഥിതി മേഖലകൾക്ക് കനത്ത ആഘാതം സൃഷ്ടിക്കാൻ ഇടയാക്കും. മഴത്തുള്ളികൾ മണ്ണിലേക്ക് നേരിട്ട് വീഴുമ്പോഴുള്ള ആഘാതത്തിലാണ് മൺതരികൾ വേർപെടുന്നത്. വൃക്ഷത്തലപ്പ് കുറവുള്ള ഇടവിളകളില്ലാത്ത കൃഷിയിടങ്ങളിൽ മൺതരികൾ വേർപെട്ട് ഒഴുകി നഷ്ടപ്പെടുന്ന നിരക്ക് കൂടുതലായിരിക്കും. ചരിഞ്ഞു കിടക്കുന്ന കൃഷിയിടങ്ങളിലാണ് മണ്ണൊലിപ്പിന്റെ 2ാം ഘട്ടം രൂക്ഷമാകുന്നത്. മഴവെള്ളത്തോടൊപ്പം ഇളകി കിടക്കുന്ന മണ്ണ് ഒഴുകുന്നു. ചരിവ് കൂടുമ്പോഴുള്ള ഒഴുക്കിന്റെ പ്രവേഗം കൂടുന്നു. ജലാകിരണ ശേഷി കുറവുള്ള ഉറച്ച മണ്ണാണ് കൃഷിയിടത്തിലെങ്കിൽ മഴവെള്ളം കൂടുതലായും താഴേക്കൊഴുകും. മഴവെള്ളത്തോടൊപ്പം ഇളകി കിടക്കുന്ന മണ്ണും ഒഴുകുന്നു. ചരിവ് കൂടുമ്പോൾ ഒഴുക്കിന്റെ പ്രവേഗം കൂടുന്നു. ജലാകിരണ ശേഷി കുറവുള്ള ഉറച്ച മണ്ണാണ് കൃഷിയിടത്തിലെങ്കിൽ മഴവെള്ളം കൂടുതലും താഴേക്കൊഴുകും. കൃഷിക്കായി ഇളക്കിയിട്ട മണ്ണും മേൽമണ്ണിലുള്ള ജൈവാംശവും മറ്റു മൂലകങ്ങളും ഒഴുക്കുവെള്ളത്തോടൊപ്പം കൂടെ പോകും. ഒഴുകിപ്പോകുന്ന മണ്ണ് നിക്ഷേപിക്കപ്പെട്ടത് താഴെയിടങ്ങളിൽ വ്യാപക കൃഷിനാശം സംഭവിക്കുന്നതോടൊപ്പം ജലാശയങ്ങളുടെ ശേഷി കുറച്ചു കൊണ്ടുവരികയും ചെയ്യും. 1 മില്ലിമീറ്റർ കനത്തിൽ മാത്രം മേൽമണ്ണ് ഒഴുകിപ്പോയാൽ 1 ഹെക്ടറിൽ ഒരു വർഷം 20 ടൺ മണ്ണാണ് നഷ്ടപ്പെടുന്നതെന്നിരിക്കെ 5 മില്ലിമീറ്റർ കനത്തിൽ വരെ മേൽമണ്ണ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് കർഷകർ പലയിടത്തു നിന്നും സാക്ഷ്യപ്പെടുത്തിയത് കേരളത്തിന്റെ മണ്ണ് നഷ്ടത്തിന്റെ തീവ്രത വെളിവാക്കുന്നതാണ്. കൃഷിയിടത്തെ വേനലിൽ അതിവേഗം വരൾച്ചയിലേക്കും മഴയിൽ അതിവേഗം പ്രളയത്തിലേക്കും നയിക്കുന്നതിന് കാരണങ്ങളിൽ ഒന്നിതാണ്. മണ്ണിന്റെ ഉൽപാദന ശേഷി നഷ്ടപ്പെട്ട് വിളകളുടെ ഉൽപാദനക്ഷമത കുറഞ്ഞ് ഭക്ഷ്യഭദ്രത തകർക്കുന്നതിന് ഇടവരുത്തുന്നു. മേൽ വസ്തുതകളുടെ സാഹചര്യത്തിൽ മണ്ണ് ജലജൈവ സംരക്ഷണ പ്രവർത്തികൾ നമ്മുടെ കൃഷിഭൂമിയിൽ ചെയ്യേണ്ടത് അടിയന്തര പ്രാധാന്യമർഹിക്കുന്നു. മണ്ണു ജല സംരക്ഷണ പ്രവൃത്തികളെ പ്രധാനമായും 2 മേഖലകളിലായി കാണാം. കര കൃഷിയിടങ്ങളിലെ മണ്ണു സംരക്ഷണ പ്രവൃത്തികൾ. ഭൂമിയുടെ ചരിവും ചരിവുള്ള സ്ഥലത്തിന്റെ നീളവും വർദ്ധിക്കുന്നതിനനുസരിച്ച് മണ്ണൊലിപ്പിന്റെ അളവും ആഘാതവും കൂടി വരും.
ബണ്ടുകൾ ഒരുക്കാം ചരിവിനു കുറുകെ. ചരിവുള്ള സ്ഥലത്തിന്റെ നീളവും കുറയ്ക്കുന്നതിനായി ബണ്ടുകൾ നിർമ്മിക്കുകയാണ് നമ്മുടെ നാട്ടിൽ അനുവർത്തിച്ചു വരുന്ന ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള പ്രവൃത്തി. കൃഷിഭൂമിയുടെ ചരിവ്, അവിടുത്തെ മൺതരം, സമീപകാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ എന്നിവ മനസ്സിലാക്കിയ ഒരു ഹെക്ടറിലേക്ക് ചെയ്യാവുന്ന ബണ്ടിന്റെ നീളം, ബണ്ടുകൾ തമ്മിലുള്ള അകലം, ആവശ്യമായ ഉയരം എന്നിവ നിശ്ചയിക്കാവുന്നതാണ്. 45 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഇടങ്ങളിൽ ബണ്ടുകളുടെ നിർമ്മാണം ഒഴിവാക്കേണ്ടതാണ്. അതിതീവ്ര മഴ ലഭിക്കുന്ന പശ്ചിമഘട്ടത്തിലെ ചരിവ് കൂടിയ ചരലുകലർന്ന കളിമണ്ണുള്ള സ്ഥലങ്ങൾ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മണ്ണു സംരക്ഷണത്തിനായി കാർഷിക, സാമൂഹിക, വനവൽക്കരണ പ്രവർത്തികൾ അവലംബിക്കാവുന്നതാണ്. കല്ലുകയ്യാലകൾ ബണ്ടുകളിൽ മികച്ചത്. കൃഷിയിടങ്ങളിൽ നിന്ന് ഇളക്കിയെടുക്കാൻ കഴിയുന്ന കാട്ടുകല്ല്, ചെങ്കല്ല് എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന കല്ലുകയ്യാലകളാണ് ബണ്ടുകളിൽ മികച്ചത്. 22 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒറ്റക്കല്ലുകൾ അടുക്കി മേൽഭാഗത്ത് യഥാസമയം മണ്ണ് ഇട്ടുറപ്പിച്ച് 2 മീറ്റർ വരെ ഉയരമുള്ള ബണ്ടുകൾ ഉണ്ടാക്കാം. 1 മീറ്ററിന് 20 സെന്റിമീറ്റർ ഉള്ളിലേക്ക് വലിച്ച് ബണ്ടിന് ചെറിയ ചരിവുകൾ നൽകണം. മുകളിൽ 22 സെന്റിമീറ്റർ കല്ലിന്റെ അളവിന് പുറമെ 30 സെന്റിമീറ്റർ ഉള്ളിലേക്ക് മണ്ണിട്ട് ബണ്ടുണ്ടാക്കാം. അതിന് ചേർന്ന് ഒഴുകിയെത്തുന്ന വെള്ളവും മണ്ണും ശേഖരിച്ച് നിർത്തുന്ന ചെറിയൊരു ട്രെഞ്ചും നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ്. ബണ്ടിന്റെ മുകളിൽ മണ്ണിട്ട് ഉറപ്പിച്ച ഭാഗത്ത് തീറ്റപ്പുൽ വെച്ചു പിടിപ്പിക്കാവുന്നതാണ്. ബണ്ടിന് ഉറപ്പു നൽകും. കൃത്യമായ പരിപാലനം ചെയ്താൽ ഈ ബണ്ടുകൾ 25 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കും. കല്ലുകയ്യാല നിർമ്മിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ മൺകയ്യാലകൾ നിർമ്മിക്കാവുന്നതാണ്. അളവും അകലവും ഉയരവും നിശ്ചയിച്ച് മണ്ണ് അടിച്ചുറപ്പിച്ച് ബലപ്പെടുത്തിയ ബണ്ടുകൾ യഥാവിധി പരിപാലിച്ചാൽ 10 വർഷം വരെ നിലനിൽക്കും. മുകളിൽ 50 സെന്റിമീറ്റർ, അടിയിൽ 140 സെന്റിമീറ്റർ വീതിയിൽ 90 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ മൺകയ്യാലകൾ നിർമ്മിക്കാം. മൺകയ്യാലകൾക്ക് മേലെ ചരിവിലും താഴെ ചരിവിലും തീറ്റപ്പുൽ പിടിപ്പിക്കുന്നത് ബണ്ടിന്റെ ഈടും ബലവും വർദ്ധിപ്പിക്കും. ടെറാസുകൾ അഥവാ തട്ടുതിരിക്കൽ. നമ്മുടെ നാട്ടിലെ മണ്ണ്, മഴ, ഭൂമിശാസ്ത്രം എന്നിവയുടെ വൈവിധ്യം പരിഗണിക്കുമ്പോൾ മണ്ണ് ജല സംരക്ഷണത്തിനും തൽസ്ഥല വികാസത്തിനുമായി നടപ്പിലാക്കുന്ന ഒരു പ്രധാന പ്രവൃത്തിയാണ് ടെറസ് നിർമ്മാണം. അകത്തേക്കു ചരിഞ്ഞ ടെറാസ്, പുറത്തേക്കു ചരിഞ്ഞ ടെറാസ്, ലെവൽ ടെറാസ് എന്നീ 3 രീതികളിലാണുള്ളത്. മഴ കൂടിയ നമ്മുടെ കൃഷിയിടങ്ങളിൽ അകത്തേക്കു ചരിഞ്ഞ ടെറാസുകളാണ് വേണ്ടത്. നിലവിലെ കൃഷി എന്താണ്, അല്ലെങ്കിൽ എന്താണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനനുസൃതമായി ടെറസ് വീതി നിശ്ചയിച്ച് മേൽഭാഗത്തുനിന്ന് മണ്ണ് വെട്ടിയിറക്കി അടിച്ചുറപ്പിക്കണം. താഴെ ഭാഗം ബലപ്പെടുത്തുന്നതിന് തീറ്റപ്പുൽ വെച്ച് പിടിക്കാവുന്നതാണ്. കുഴികളും ട്രഞ്ചുകളും നിർമ്മിച്ച് മഴവെള്ളവും മണ്ണും ട്രാപ്പ് ചെയ്യുന്ന പ്രവൃത്തികളാണ് മറ്റൊന്ന്. മണ്ണു ജല സംരക്ഷണ പ്രവൃത്തി എന്ന നിലയിൽ വ്യാപകമായി ചെയ്തു വരുന്ന ഒന്നാണിത്. ചെരിവ് കൂടിയ സ്ഥലങ്ങളിൽ ഈ പ്രവൃത്തി തീർത്തും ഒഴിവാക്കേണ്ടതാണ്. മേൽമണ്ണ് ആഴം കൂടുതലുള്ളതും ആഴം തീരെ കുറവുള്ളതുമായ ഇടത്തരം ചെരിവുള്ള സ്ഥലങ്ങളിലും ഈ പ്രവൃത്തി ശുപാർശ ചെയ്യുന്നില്ല. ചെരിവ് കുറഞ്ഞതും നിരന്നതുമായ സ്ഥലങ്ങളിൽ മഴക്കുഴികളോ ട്രഞ്ചുകളോ ചെയ്തവ വേനൽക്കാലത്ത് കുഴികളുടെ അകം പുതയിട്ട് സംരക്ഷിക്കേണ്ടതുമാണ്. കുഴി തയ്യാറാക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഉപരിതല വിസ്തീർണം കുഴിയെടുത്ത ശേഷം 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് തുറന്നിരിക്കുന്നതിനാൽ ബാഷ്പീകരണം വഴി ജലം നഷ്ടപ്പെടുന്നതിനിടയാക്കും. കൃഷിയിടത്തിലെ മണ്ണിൽ സംഭരിച്ച ഈർപ്പം നഷ്ടപ്പെട്ട് വളരെ വേഗം മണ്ണ് ഔഷധമാകുന്നതിനും തുടർന്ന് വരൾച്ചയ്ക്കും കാരണമാകാം. ബഹുനില വിളകൃഷി. പല തട്ടിൽ വൃക്ഷമേൽത്തലപ്പ് വരുന്ന മരങ്ങളും വിളകളും വളർത്തി ഇടവിളകൾ കൃഷി ചെയ്ത് മഴത്തുള്ളികൾ നേരിട്ട് മണ്ണിൽ വീഴാതെ ഇലകളിലൂടെയും മരത്തടികളിലൂടെയും സാവകാശം മണ്ണിലേക്ക് ഇറങ്ങാൻ അവസരമൊരുക്കുകയും കൃഷി സ്ഥലം നല്ലപോലെ പുതയിട്ട് സംരക്ഷിക്കുകയും ചെയ്ത് മണ്ണ് ജലനഷ്ടത്തിന്റെ ആദ്യഘട്ടം അതിജീവിക്കാൻ കഴിയും. ഭൂമിയുടെ ചരിവും നീളവും കൃഷിയിടത്തിലെ മണ്ണിന്റെ തരവും മണ്ണിലടങ്ങിയ ജൈവാംശത്തിന്റെ അളവും അവിടെ കിട്ടുന്ന ഏറ്റവും കൂടിയ മഴയും കണക്കിലെടുത്ത് മണ്ണുജല സംരക്ഷണ പ്രവൃത്തികൾ നടപ്പിലാക്കിയാൽ ഒരു നാടിനെ തന്നെ വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും കെടുതികളിൽ നിന്നും രക്ഷപ്പെടുത്താവുന്നതാണ്.
നീർച്ചാലുകളുടെയും തോടുകളുടെയും പരിപാലനം അടിസ്ഥാനമാക്കിയുള്ള മണ്ണ്-ജല സംരക്ഷണം. ഒരു പ്രദേശത്തെ ജലസംരക്ഷയെ സ്വാധീനിക്കുന്ന ഒന്നാണ് അവിടുത്തെ നീർച്ചാലുകളുടെയും തോടുകളുടെയും ശൃംഖലാ സംവിധാനം. ഈ ശൃംഖലയിലെ ഓരോ തോടും ഓരോ നീർച്ചാലും അവയുടെ പ്രത്യേകതകളും സ്വഭാവ വൈവിധ്യങ്ങളും കണക്കിലെടുത്ത് പരിപാലിക്കേണ്ടതാണ്. മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം ഒലിക്കുന്നവ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ കാണുന്നതും എണ്ണത്തിൽ കൂടുതലുള്ളതുമായിരിക്കും. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകി വരുന്ന ഈ ചെറുചാലുകൾ കേന്ദ്രീകരിച്ച് അവയിലൂടെ ജലമൊഴുക്ക് സമയം ദീർഘിപ്പിക്കാവുന്ന പ്രവൃത്തികൾക്ക് പരമപ്രാധാന്യം നൽകേണ്ടതാണ്. ഈ തോടുകൾ പുനഃസ്ഥാപനവും പുനരുജ്ജീവനവും നീരൊഴുക്കിന്റെ വേഗം ക്രമീകപ്പെടുത്തുന്ന ജൈവ തടയണകളുടെ നിർമ്മാണവും നടപ്പാക്കാവുന്നതാണ്. തടയണകൾ താരതമ്യേന വീതിയും ആഴവും കുറവുള്ള ഈ ചെറുചാലുകളിൽ പ്രാദേശികമായി ലഭിക്കുന്ന മുറിച്ചു നട്ടാൽ വളരുന്ന ചെടികൾ, ഉദാഹരണം ചെമ്പരത്തി, ആടലോടകം, കോളാമ്പി മുതലായവ, 2-3 വരികളിലായി ചാലുകൾ കുറുകെ നട്ടുപിടിപ്പിച്ച് ചെറു ജൈവ തടയണകൾ തയ്യാറാക്കാം. നീർച്ചാലുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് ക്രമമായി ചെയ്യുന്ന ഇത്തരം ലൈവ് തടയണകൾ ഓരോന്നിനും ഒഴുകി വരുന്ന മണ്ണും ജൈവ പിണ്ഡവും തടഞ്ഞുവെച്ച് ക്രമേണ ഓരോ ജൈവ സമ്പന്ന സങ്കേതമാക്കാം. ഒഴുക്കിന്റെ വേഗത കുറച്ച് ഭൂഗർഭ ജലവിതാനമുയർച്ചയ്ക്കും സഹായകമാകും. മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം വെള്ളം ഒഴുകുന്ന ചെറുചാലുകൾ പലതും കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന തോടുകളെ അപേക്ഷിച്ച് ആഴവും വീതിയും അതിന്റെ ജലവാഹനശേഷിയും വർദ്ധിക്കും. ഒഴുകി വരുന്ന വെള്ളത്തിൽ അളവും ശക്തിയും കൂടും. ഇത്തരം തോടുകളിൽ ലൈവ് തടയണകൾ പ്രായോഗികമല്ല. തോടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ലൂസ് ബോൾഡർ തടയണ, തടി, മുള, കവുങ്ങി എന്നിവ ഉപയോഗിച്ച് ലോങ്വുഡ് തടയണ എന്നിവ ഇവിടെ അനുയോജ്യമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FECT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ 20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20-5-00-23 ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20-5-00-23 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-00-23 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK
15-15-15. FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ടാന മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ് പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ
സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലഭൂഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഫാക്ട് DAPയെ പറ്റി നമുക്ക് പരിചയപ്പെടാം. DAP ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് പ്രധാനമായും 2 പോഷകങ്ങളടങ്ങിയ വളമാണ്, ഫോസ്ഫറസും നൈട്രജനും. ഇത് ചെടികളുടെ വളർച്ചയ്ക്കും വേരുകൾക്കും ബലം നൽകുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല വിളകളിൽ പ്രോട്ടീൻ ഉൽപ്പാദനത്തെയും ക്ലോറോഫിൽ രൂപീകരണത്തെയും ഇത് സ്വാധീനിക്കുന്നു. അടുത്തതായി DAP ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിളവ് വർധനവ്. മണ്ണിൽ ശരിയായ പോഷകങ്ങളും ധാതുക്കളും ഇല്ലാത്ത പ്രദേശങ്ങൾക്ക് DAP വളങ്ങൾ അത്യാവശ്യമാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നത് വിളവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു. മെച്ചപ്പെട്ട സസ്യവളർച്ച. ചെടികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ അവശ്യ പോഷകങ്ങൾ നൽകിക്കൊണ്ട് സസ്യവളർച്ച വർദ്ധിപ്പിക്കുന്നു. കൂടുതൽ സാന്ദ്രീകൃത ഡൈ അമോണിയം ഫോസ്ഫേറ്റ് വളം സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉയർന്ന പ്രതിപ്രവർത്തന ശേഷിയുള്ള സംയുക്തം. DAP വളരെ പ്രതിപ്രവർത്തനക്ഷമമായ ഒരു സംയുക്തമാണ്. വെള്ളത്തിൽ വേഗം ലയിക്കുന്നു. സസ്യങ്ങളുടെ വേരുകളിലൂടെ ആഗിരണം ചെയ്യാൻ ഇത് എളുപ്പത്തിൽ ലഭ്യമാണ്. മെച്ചപ്പെട്ട വേര് വികസനം. സസ്യവളർച്ചയ്ക്ക് പ്രധാനമായ ശക്തമായ വേരുകളുടെ വികാസത്തിന് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഫോസ്ഫറസ് അത്യാവശ്യമാണ്. കൂടാതെ ഈ ശക്തമായ വേരുകൾ വളർച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ചെടിയെ സഹായിക്കുന്നു. കൂടാതെ ഈ ശക്തമായ വേരുകൾ വരൾച്ചയും മറ്റു പരുക്കൻ ജലസാഹചര്യങ്ങളെയും നേരിടാൻ ഒരു ചെടിയെ സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നത് ഉൾപ്പെടെ നിരവധി ഗുണങ്ങൾ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അസിഡിറ്റി കുറയ്ക്കുകയും ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ വളസ്രോതസ്സാണിത്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരായ വിളകളുടെ ഗുണനിലവാരം, വിളവ് പ്രതിരോധം എന്നിവ വർദ്ധിപ്പിക്കുന്നു. എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ് എന്നിവയ്ക്ക് ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യും. കാരണം ഇത് എണ്ണയുടെയും പ്രോട്ടീന്റെയും അളവ് വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ആവശ്യമായ ഫോസ്ഫറസ്, കാൽഷ്യം, സൾഫർ എന്നിവ സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്ന് ലഭിക്കുന്നു. ഇവ വേരുകളുടെ വികസനത്തിനും വേരുകളുടെ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വെള്ളത്തിന്റെയും പോഷകങ്ങളുടെയും ആഗിരണം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫറസ്. ഫാക്ട് സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 16% ഫോസ്ഫേറ്റ് അടങ്ങിയിരിക്കുന്നു. ഇത് വേരുകളുടെ വളർച്ചയ്ക്കും സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനും കൂടുതൽ അനുയോജ്യമാകുന്നു. ഇവ മണ്ണിന്റെ ഘടനയെ മെച്ചപ്പെടുത്തുകയും അവ നിലനിർത്താനും വായു സഞ്ചാരവും ജല നിലനിർത്തലും മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. സൾഫറിന് സസ്യങ്ങളുടെ മറ്റു പോഷകങ്ങളുടെ പ്രത്യേകിച്ച് നൈട്രജന്റെ ഉപയോഗം മെച്ചപ്പെടുത്താൻ കഴിയും. ഫാക്ട് ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്. ഉയർന്ന ഫോസ്ഫറസ് സാന്ദ്രത, വേഗത്തിൽ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്നതിനുള്ള വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ വേഗത, കാൽഷ്യത്തിന്റെ ഉറവിടം തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളതിനാൽ ഇവ മറ്റു വളങ്ങളെക്കാൾ വ്യത്യസ്തമായി നിൽക്കുന്നു. ഇത് ശക്തമായ വേരുകളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുകയും വിളയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും വരൾച്ചയ്ക്കും തണുപ്പിനും സസ്യപ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് വൈവിധ്യമാർന്നതും മറ്റു വളങ്ങളുമായി കലർത്താൻ കഴിയുന്നതുമാണ്. ഇത് വിവിധ വിളകൾക്കും മണ്ണിനും അനുയോജ്യമാകുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ 46% ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്നതാണ്. ഇത് മണ്ണിലേക്ക് ഈ സുപ്രധാന പോഷകം എത്തിക്കുന്നതിനുള്ള കാര്യക്ഷമമായ മാർഗമായി മാറുന്നു. TSPയിൽ 90% കൂടുതൽ ഫോസ്ഫറസ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതായത് ഇത് വേഗത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ ആഗിരണം എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേരുകളുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നു. ശക്തവും ഊർജ്ജസ്വലവുമായ ഒരു വേര് സിസ്റ്റം വികസിപ്പിക്കുന്നതിന് ഇത് നിർണായകമാണ്. ഇത് ഒരു ചെടിയുടെ വെള്ളവും പോഷകങ്ങളും ആഗിരണം ചെയ്യാനുള്ള കഴിവിന് അത്യാവശ്യമാണ്. വിളവ് മെച്ചപ്പെടുത്തുന്നു. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ നിന്നുള്ള മതിയായ ഫോസ്ഫറസ് മികച്ച പൂവിടൽ, കായ്ക്കൽ, ധാന്യ രൂപീകരണം എന്നിവയിലേക്ക് നയിക്കുന്നു. ഇവ സസ്യപ്രതിരോധത്തെയും വർദ്ധിപ്പിക്കുന്നു. വരൾച്ച, മരവിപ്പിക്കുന്ന താപനില തുടങ്ങിയ സമ്മർദ്ദങ്ങളെ കൂടുതൽ പ്രതിരോധിക്കാൻ TSP സസ്യങ്ങളെ സഹായിക്കും. ഫോസ്ഫറസിന് പുറമെ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റിൽ കാൽഷ്യവും അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങൾക്ക് ഒരു അധിക ഗുണം നൽകുന്ന പോഷകമാണ്. ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ധാന്യങ്ങൾക്ക്, പഴങ്ങൾക്കും പച്ചക്കറികൾക്കും എന്നിവയുൾപ്പെടെ വിവിധ വിളകൾക്ക് അനുയോജ്യമാണ്. ഇവ എളുപ്പത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഇവ ന്യൂട്രൽ, അസിഡിറ്റി എന്നിവയുള്ള മണ്ണിനും ഫലപ്രദമായി ഉപയോഗിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം.
ഇതോടെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. FECT കാർഷികം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാവർക്കും നമസ്കാരം. FECT കാർഷികം.